ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമ്മൾ ഇതിനു മുമ്പ് കിയ ക്ലാവിസ് എന്ന് പറയുന്ന ഒരു പേര് ട്രേഡ് മാർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അത് എങ്ങനത്തെ എസ് യു വി ആണെന്നോ അല്ലെങ്കിൽ ഏത് രീതിയിൽ വരാൻ പോകുന്ന എസ് യു വി ആണെന്നോ കുറേ ഡൗട്ടുകളുണ്ടായിരുന്നു. എങ്ങനത്തെ വണ്ടിയായിരിക്കും അവർ കൊണ്ടുവരാൻ പോകുന്നത് അങ്ങനെയൊക്കെ ആയിട്ട്. ഏതായാലും ഈ ഒരു പേര് അവർ ഇന്ത്യയിലും ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫൈനലി ഈ വാഹനത്തിൻ്റെ കുറച്ചധികം ഒഫീഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, ലീഗ് ഇമേജ് ആണ്. എന്നാൽ പോലും ഈ വണ്ടി എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യത്തിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഇമേജസ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ അങ്ങ് കൊറിയയിൽ നിന്നുള്ള സ്പൈഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇത് ഹ്യുണ്ടായുടെ എക്സ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എസ് യു വി ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ ആദ്യത്തെ ടെസ്റ്റിംഗ് ഒബ്വിയസ്ലി സൗത്ത് കൊറിയയിൽ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. എക്സ്റ്റർ പക്ഷേ ബേസിക്കലി നമ്മുടെ ഇന്ത്യ പോലത്തെ മാർക്കറ്റുകൾക്ക് വേണ്ടി ഹ്യുണ്ടായി ഡെവലപ്പ് ചെയ്തൊരു വണ്ടിയായിരുന്നു. കീ എന്തായാലും അതുകൊണ്ട് ഒതുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ കാസ്പറുമായിട്ടൊക്കെ ബന്ധമുള്ളൊരു വണ്ടിയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും മൊത്തത്തിൽ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ബോക്സി ലൈക്ക് ഡിസൈൻ ഫിലോസഫിയിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ് ഈ കിയയുടെ ക്ലാവിസ്. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നോക്കുകയാണെങ്കിലും ഭയങ്കര അപ്രൈറ്റ് ആയിട്ടാണ് ഈ ഒരു വാഹനം ഇരിക്കുന്നത്. പിന്നെ നമുക്ക് എക്സ്റ്ററിൽ വരുന്ന പോലെ തന്നെ ടോപ്പ് പോർഷനിൽ DRLs ഒക്കെ വരുന്നുണ്ട്. അതുപോലെ താഴത്തെ പോർഷനിലാണ് ഈ വാഹനത്തിൻ്റെ മെയിൻ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകുന്നത്. എന്തായാലും ഈ ഒരു പിക്ചറിൽ നമുക്ക് ടോപ്പ് പോർഷനിൽ DRLs അവർ കവറിങ് കൊടുത്തതായിട്ട് കാണാൻ പറ്റും. അതായത് മുകളിൽ അങ്ങനെ ഇപ്പോൾ ഈ ലൈറ്റ്സ് ഒക്കെ കാണിച്ചിരിക്കുന്ന പോലെ എക്സ്പോസ്ഡ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല, അവിടെ കട്ട് ചെയ്തിട്ട്. ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന മെയിൻ ലൈറ്റ്സ് ഏകദേശം ഇതുപോലെയാണ്, കംപ്ലീറ്റ്ലി LED ലൈറ്റ്സ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ നമുക്ക് DRLസിൻ്റെ ഒരു ഇൻപുട്ട് പോലെ കൊടുത്തിരിക്കുന്നതും കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം മുകളിലൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. പക്ഷേ എന്തായാലും ഈ ഒരു പാറ്റേണിലായിരിക്കും ഈ വണ്ടി വരാൻ പോകുന്നത്. പിന്നെ ഫ്രണ്ടിൽ ക്യാമറയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റിയും തള്ളിക്കളയേണ്ട കാര്യമില്ല എന്നുള്ളത് നമുക്കിതിൽ നിന്ന് ഉറപ്പിക്കാം. ആൻഡ് ഇത് കുറേ സ്പെക്ക് വണ്ടിയാണ് കേട്ടോ, ഇത് എല്ലാ ഫീച്ചേഴ്സ് ഇന്ത്യയിലേക്ക് വരണമെന്നൊന്നുമില്ല. എന്തായാലും ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് കറക്റ്റ് ആ ഒരു എക്സ്റ്ററിൻ്റെ ഒക്കെ ഡിസൈൻ പോലെയൊക്കെ തോന്നുന്നത്. പക്ഷെ കറക്റ്റ് അതുപോലെ തോന്നുന്നു എന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഹ്യുണ്ടായുടെയും കിയയുടെയും വണ്ടികളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഡിസൈനിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലൊരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരാറുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫോക്സ് വാഗൻ്റെ ടൈഗണും അതുപോലെ സ്കോഡയുടെ കുഷാക്കോ അല്ലെങ്കിൽ വെർട്ടസ് സ്ലാവിയ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ സിമിലാരിറ്റി മനസ്സിലാവും. ആകെപ്പാടെ കുറച്ച് ബോഡി ലൈൻസിലൊക്കെ വന്നിരിക്കുന്ന ഫ്രണ്ടിലും ബാക്കിലുള്ള ഡിഫറൻസ് ഉള്ളൂ. സൈഡ് സെയിം, അതുപോലെ ബാക്കിൽ കുറേ പാനൽസ് സെയിം, എല്ലാം സെയിം ആയിരിക്കും. പക്ഷേ എന്നാൽ ഇവരുടെ കാര്യത്തിൽ ഭൂരിഭാഗവും അത്യാവശ്യമൊക്കെ വ്യത്യാസങ്ങൾ അവർ ചെയ്തു വരാറുണ്ട്. എന്തായാലും ഈ വാഹനത്തിൻ്റെ കേസിലും അങ്ങനെയൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയാം. ഇതിൻ്റെ ORVMs ഒക്കെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് അത്യാവശ്യം വലിയ സൈസിലുള്ള ORVMs ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി അതിൻ്റെ അകത്ത് തന്നെ സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ട്, അതിപ്പോൾ സംശയമില്ലാത്ത കാര്യമാണല്ലോ. അതുപോലെ ഡോർ ഹാൻഡിൽസിൻ്റെ ഡിസൈനും വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നി. ഇത് നമുക്ക് മറ്റേ മുകളിലേക്ക് പുള്ളി ചെയ്യുന്ന ടൈപ്പല്ല ഡോർ ഹാൻഡിൽസ്. നമുക്ക് ഇപ്പോഴത്തെ മോഡേണിൻ്റെ വണ്ടികളൊക്കെ കാണുന്ന ടൈപ്പ് ഡോർ ഹാൻഡിൽസ് തന്നെയാണ്. പിന്നെ അതിനകത്ത് റിക്വസ്റ്റ് സെൻസർ കാണാം. അതുപോലെ അലോയ് വീൽസ്, ഇത് നമുക്കിവിടെ എക്സ്റ്ററിൽ കിട്ടുന്ന 15 ഇഞ്ച് അലോയ് വീൽസ് ആണ്. ഈ വണ്ടിയിൽ ഇപ്പോൾ കണ്ടിട്ട് 16 പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഇന്ത്യയിലേക്ക് വരുമ്പം 16 ഒക്കെ വരാനുള്ള സാധ്യത കുറവാണ്. കൂടുതലും 15 ഒക്കെ തന്നെ സൈസ് വരാനാണ് സാധ്യതയുള്ളത്. പിന്നെ ഇപ്പോൾ നമുക്കറിയാം സെൽട്ടോസിൽ 18 ഇഞ്ചും ക്രെറ്റയിൽ 17 ഇഞ്ചാണ് ഫേസ് ലിഫ്റ്റിന് ശേഷം വരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷൻ കിയ കൊണ്ടുവരുമെന്നറിയില്ല. അതുപോലെ ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഭയങ്കര ബോക്സ് പോലെ ഇരിക്കുന്നത് ഈ വണ്ടി കാണാൻ. കുറേയൊക്കെ അവർ അങ്ങനെ വരുത്തി തീർത്തിരിക്കുന്നതാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ഡിസൈൻ മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കവറിങ്ങും അതുപോലെ അഡീഷണൽ പൊങ്ങലുകളും താഴ്ത്തലുകളൊക്കെ അവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ഓൾമോസ്റ്റ് എക്സ്പോസ്ഡ് ആണ് എന്ന് പറയാം. മുകളിലായിട്ടൊക്കെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് പണ്ടത്തെ റിഡ്സ് അതുപോലെ ഇപ്പോൾ വരുന്ന വാഗണാർ പോലുള്ള വണ്ടികളിലൊക്കെ ടോപ്പ് പോർഷനിലേക്ക് വരുമ്പോഴേക്കും ലൈറ്റ്സ് ഉണ്ടല്ലോ. അതായത് ബേസിക്കലി വോൾവോ ഇൻസ്പയർഡ് എന്ന് പറയാം. അത് L ഷേപ്പ് പോലെയാണ് ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സംഭവം മൊത്തം LED ഒക്കെയാണ്. അതിൻ്റെ കൂടാതെ താഴത്ത് വേറെ ലൈറ്റ്സും അവൈലബിൾ ആണ്. നിങ്ങൾ ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ അവിടെ കാണാം. അത് കണ്ടിട്ട് എനിക്ക് റിവേഴ്സ് ലൈറ്റ് പോലത്തെ സംഗതിയൊക്കെ ആയിട്ടാണ് തോന്നിയത്. പിന്നെ റിഫ്ലക്റ്റേഴ്സൊക്കെ അവിടെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. മുകളിലായിട്ടും ഇതിൻ്റെ ബാക്കി ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി അതിന് നടുവിൽ വേറെ വല്ലതും ഉണ്ടോ എന്നുള്ളത് അവരോട് കാണിച്ചിട്ടില്ല. കാരണം അത് മൊത്തം കവേർഡാണ്. ഇത്രയും ലൈറ്റ്സിൻ്റെ കൂടി ഇനിയിപ്പം നടുവിൽ വേറെ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. അതായത് സാധാരണ വണ്ടികൾ നമുക്ക് വിൻഷീൽഡിന് താഴത്തായിട്ടാണ് ലൈറ്റ്സ് വരാറ്. അവിടെ ഈ വണ്ടിയിലുണ്ടോ എന്നുള്ളത് ഇനിയിപ്പോൾ കണ്ടറിയേണ്ടി വരും. എന്തായാലും ഈ സാധനം ഇതൊരു യുണീക്കായിട്ടുള്ള ടച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം. കുറ്റം പറയുമൊന്നും ഉണ്ടാവില്ല ആരും. എന്തായാലും കിയയുടെ ഡിസൈൻസ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണല്ലോ. പ്രത്യേകിച്ച് എക്സ്റ്ററൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ കാണുമ്പം അത്യാവശ്യം നല്ല സൈസുള്ളൊരു വണ്ടി പോലെ തോന്നുകയും ചെയ്യും. ഇതും അങ്ങനെ ആയാലും നല്ലതായിരുന്നു. ഇത് കണ്ടിട്ട് കിയയുടെ പുതിയ EV റേഞ്ചിൽ വരുന്ന വണ്ടികളായിട്ടൊക്കെ അത്യാവശ്യം നല്ല സാദൃശ്യമുള്ള പോലെ എനിക്ക് തോന്നി ഡിസൈനിൻ്റെ കാര്യത്തിൽ. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇതിനെ കറക്റ്റ് ഇൻറ്റീരിയർ നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് ഡാഷ്ബോർഡ് ലേഔട്ടൊന്നും ഇപ്പോഴും അറിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഹ്യുണ്ടായി ഗ്രാൻഡ് ഐറ്റൻ നിയോസിൻ്റെ സെയിം ഡാഷ്ബോർഡ് ജസ്റ്റ് കളർ തീമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് എക്സ്റ്ററിൽ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഫീച്ചേഴ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറ്റിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. എന്തായാലും കിയ അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരൊരു കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് സെറ്റപ്പിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതലുള്ളത്. പിന്നെ ഇതിൻ്റെ സീറ്റ്സിൻ്റെ ഒക്കെ ഡിസൈൻ ആണെങ്കിലും കാണാൻ എക്സ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഡിഫറൻസ് തോന്നുന്നുണ്ട്. അതേ ഇന്ത്യൻ യൂണിറ്റ്
യൂണിറ്റിൽ എന്താവും എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇവിടുത്തെ യൂണിറ്റിൽ അത്യാവശ്യം രസമുള്ള സീറ്റ്സാണ്, അതായത് സൈസുള്ള സീറ്റ്സാണ്. ഹെഡ് റെസ്റ്റിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട്. ആൻഡ് മോർ ഓവർ ഇതിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇന്ത്യയിൽ എക്സ്റ്ററിൽ അവൈലബിൾ അല്ല ഫ്രണ്ട് സീറ്റ്സിൽ. പിന്നെ ബാക്കിലത്തെ സൈഡിലെ ഡോർ ഹാൻഡിലൊക്കെ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു സൺബ്ലൈൻഡ് പോലത്തെ സാധനത്തിൻ്റെ ചെറിയൊരു ലിവർ പോലെ കാണുന്നുണ്ട്. ഹെഗെയിൻ ഇതൊക്കെ കൊറിയൻ സ്പെക്ക് ആയതുകൊണ്ടായിരിക്കും. ഇവിടെ ഈ പ്രൈസ് പോയിന്റിൽ സൺബ്ലൈൻഡ് ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വിയേഡാണ്. പിന്നെ ഇപ്പോൾ ഇനി കിയ കൊടുക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും അതിൻ്റെ ഒരു പ്രൊവിഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഡോർ ഹാൻഡിൽസിൻ്റെ ഒക്കെ ഡിസൈൻ കാണാൻ നല്ല രസമുണ്ട്. ഒരു പ്രീമിയം ടച്ചുള്ള ഡോർ ഹാൻഡിൽസ് ആണ്. ആൻഡ് നമുക്ക് അതിൽ തന്നെ ഇതിൻ്റെ വെന്റിലേറ്റഡ് സീറ്റ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതിൻ്റെ സൈഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെന്റിലേറ്റഡ് സീറ്റ്സും ഈ വണ്ടിയിലുണ്ടാവും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. പിന്നെ കിയയുടെ വണ്ടി ആയതുകൊണ്ട് ഫീച്ചേഴ്സ് ഒരിക്കലും ഒരു കട്ടിയില്ലല്ലോ. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത്രയും ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. ഈ വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഫ്രണ്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുപോലെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളുണ്ട്. ആൻഡ് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ബാക്കിൽ AC വെൻറ്റ്സ് അവൈലബിൾ ആണ്, ചാർജിങ് പോയിന്റ്സ് അവൈലബിൾ ആണ്, പിന്നെ മാഗസീൻ ഹോൾഡേഴ്സ്, ഫ്രണ്ട് സീറ്റ് ബാക്ക് പോക്കറ്റ്സ് ആയിട്ട് അവൈലബിൾ ആണ്. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് ഒന്നും വരുന്നില്ല. പക്ഷേ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സാധനങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ ആംറസ്റ്റും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബാക്ക് സീറ്റ് കംഫർട്ട് നമ്മൾ എക്സ്റ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ് എന്ന് തന്നെ പറയാം. ഇനി ഇതിനൊക്കെ പുറമെ വേറൊരു സാധനമാണ് പാനോറാമിക് സൺറൂഫ്. അത് ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന വണ്ടികൾ നമ്മളങ്ങനെ പൊതുവെ കാണാത്ത ഒരു സംഭവം ആണെങ്കിൽ പോലും കിയ അതിവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വളരെ നല്ല കാര്യമാണെന്ന് പറയാം. കാരണം ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ സൺറൂഫ് നോക്കിയാണ് വണ്ടി വാങ്ങുന്നത്. ആ ഒരു ടൈമിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു പാനോറാമിക് സൺറൂഫ് കൊണ്ടുവരികയാണെങ്കിൽ അതൊരു റെവല്യൂഷണറി ആയിട്ടുള്ള സംഭവമായിരിക്കും. ഈവൻ സോണറ്റിൽ പോലും പാനോറാമിക് സൺറൂഫ് ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ ഇതിനകത്ത് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സോണറ്റിലും കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ ഈ വണ്ടി വാങ്ങുമായിരിക്കുന്നത്. ഇത്രയാണ് നമുക്കിപ്പോൾ കിയ ക്ലാവിസിനെ പറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന കുറച്ച് സംഭവങ്ങൾ, സ്പൈഡ് ഇമേജസ്. പിന്നെ ഇതിൽ എല്ലാ ഫീച്ചേഴ്സും ഇന്ത്യയിലേക്ക് വരും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കുറച്ചൊക്കെ ഫീച്ചേഴ്സ് അവർ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒഴിവാക്കും. കാരണം ഇന്ത്യയിൽ ഈ പുറത്തൊക്കെ ഒരു പ്രൈസ് ചെയ്യുന്ന പോലെ 10-15 ലക്ഷം രൂപയ്ക്ക് വണ്ടി വിൽക്കാൻ പറ്റില്ലല്ലോ. കുറച്ചും കൂടെ താഴത്തെ പ്രൈസ് ആണല്ലോ. ഇപ്പോൾ എക്സ്ട്രാ ആണെങ്കിൽ 6 സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 10 വരെയൊക്കെയാണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് പോകുന്നത്. ഇതിൻ്റെയും പ്രൈസ് വരുന്ന സമയത്ത് ഏകദേശം ആ ഒരു റേഞ്ചൊക്കെ തന്നെ പ്രതീക്ഷിച്ച് പോയാൽ മതി. ഒരുപാട് കൂടുതൽ ഒന്നും ആവാൻ ചാൻസ് ഇല്ല. ലേശം കൂടുതലായിരിക്കും. കിയ ആണല്ലോ, അവർ അത്യാവശ്യം ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടാണല്ലോ വണ്ടി ഇറക്കാറുള്ളത്. എന്തായാലും പക്ഷേ ഇപ്പോൾ നമ്മൾ ക്രെറ്റയുടെ കേസിലൊക്കെ എടുക്കുകയാണെങ്കിൽ സെൽറ്റോസ് ആക്ച്വലി 10,000 രൂപ ഇപ്പോഴത്തെ ക്രെറ്റയുടെ വില വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ വണ്ടി ഇങ്ങനെയൊക്കെ ഇരിക്കും കാണാൻ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ബാക്കി ആസ്പെക്ട്സ്, ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ഐ10 ന്യൂസിൻ്റെ K1 പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി വരാൻ പോകുന്നത്. അതുപോലെ എഞ്ചിനും നമ്മുടെ സെയിം ഗ്രാൻഡ് ഐ10 ന്യൂസിൽ വരുന്ന 1.2 ലിറ്റർ എണ്ണ പെട്രോൾ തന്നെയായിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. കൂടുതൽ എഞ്ചിൻ ഓപ്ഷൻസ് വെച്ച് അവർ കളിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹ്യുണ്ടായി ഒന്നാമത്തെ കാര്യത്ത് എക്സ്റ്ററിൽ ടർബോ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് 1.2 എണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വണ്ടിയിലും സെയിം 1.2 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, 83 PS പവറും 113.8 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കും ഉണ്ട്. എന്തായാലും ഗൈസ് അതാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.